ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ് ലേറ്റ്ലൂം കാനിയോണിലോട്ട്. മേഘാലയയിലെ ഷിലോങ്ങിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഥലം. അപ്പോൾ ലേറ്റ്ലൂം കാനിയോണിലോട്ട് പോകുമ്പോൾ നമ്മൾ സ്മിത്ത് എന്നൊരു വില്ലേജിൽ കൂടെയാണ് പോകുന്നത്. ഇതാണ് സ്മിത്ത് വില്ലേജിലെ ഒരു മെയിൻ ജംഗ്ഷനാണ്. ഇത് അവിടുത്തെ ബസ്സാണ്. ഞാൻ ഈ ബസ് കാണിക്കാനാണ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് സ്മിത്ത് വില്ലേജിലെ മാർക്കറ്റ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഒന്ന് മാർക്കറ്റൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്ലോത്ത്സും ചെരുപ്പും ബാഗും അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു മാർക്കറ്റായിരുന്നു ഇത്. പ്ലാസ്റ്റിക് സാധനങ്ങളും തുണികളും എല്ലാം അവിടെ വെച്ചേക്കുന്നത് കണ്ടു. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല അവിടുന്ന്. ജസ്റ്റ് ഞങ്ങളുടെ പേരൻസിനെ ഈ മാർക്കറ്റൊക്കെ കാണിക്കാൻ വേണ്ടി ഒന്ന് നിർത്തി കണ്ടെന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ ലേറ്റ്ലൂം കാനിയോണിലെത്തി. എൻട്രി ഫീ ആയിട്ട് ജസ്റ്റ് പാർക്കിംഗ് ഫീ മാത്രമേ വാങ്ങിക്കുന്നുള്ളായിരുന്നു അവിടെ. പാർക്കിംഗ് ഫീ ആയിട്ട് നമ്മൾ 30 റുപ്പീസ് കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഇതാണ് നമ്മുടെ ലേറ്റ്ലൂം കാനിയോൺ. കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഭംഗിയല്ലേ. അവിടെ 2-3 കോവർ കഴുതയും കുതിരയും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ടിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. ഇതാണ് നമ്മുടെ ലേറ്റ്ലൂം കാനിയോൺ. ഇതിൻ്റെ ഭംഗി ഈ മലനിരകളും താഴെയുള്ള വാലിയും ഒക്കെയാണ്. ഇവിടെ എത്ര നേരം ഇരുന്നാലും സമയം പോകുന്ന അറിയത്തേയില്ല. നല്ല കാറ്റുമാണ് ഇവിടെ. ഈ വാലിയുടെ താഴെ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്ക് മുകളിലേക്ക് വരാൻ പടികളുണ്ട്. നമുക്കും താഴോട്ട് പോകുവാനും പടികളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഈ വ്യൂ ആസ്വദിക്കുകയും ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്നറിയില്ല, താഴെ ഒരു വാട്ടർഫോൾസ് കാണാം. ഞാനിവിടെ 2 വാട്ടർഫോൾസ് കണ്ടു. അങ്ങ് ദൂരെയാണ്. അവിടെ നിൽക്കുമ്പോഴേ നമുക്ക് ഈ വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചത് താഴെ 2 വാട്ടർഫോൾസ് ഉണ്ടെന്ന്. അപ്പോൾ അവിടുത്തെ വ്യൂ ഒക്കെ ഞങ്ങൾ കണ്ട് കുറച്ച് നടക്കുമ്പോൾ അവിടെ അപ്പുറത്തും ഇതുപോലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വ്യൂ പോയിൻറ്റിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ കടകൾ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ബിൽഡിങ്ങുകൾ ഞങ്ങൾ കണ്ടു. മേ ബി കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവിടെ എല്ലാം കടകളാകുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ അടുത്ത വ്യൂ പോയിൻറ്റിലോട്ടാണ് നടക്കുന്നത്. ഇതാണ് അടുത്ത വ്യൂ പോയിൻ്റ്. ഇതാണ് മെയിൻ വ്യൂ പോയിൻ്റ് എന്നാണ് ഇവിടെ എഴുതിയിരുന്നത്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 20 രൂപ വെച്ച് എൻട്രി ഫീ എടുത്ത് നമുക്ക് അകത്തോട്ട് കയറാം. ഇതും മറ്റേ വ്യൂ പോയിൻ്റ് പോലെ തന്നെയാണ് കാണാനിരുന്നത്. എന്നാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ട്. സീസോയ്, സ്ലൈഡ്, സ്വിങ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളും അതിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി മുന്നോട്ട് നടന്നു. ഇതാണ് അവിടുത്തെ വ്യൂ. അവിടുത്തെ വ്യൂവും മറ്റേതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. നമ്മൾ സെയിം തന്നെയാണോ കണ്ടതെന്ന് ഡൗട്ടാവും, അതുപോലെ ഭംഗിയായിരുന്നു. ഇവിടെ നമുക്ക് ഇതുപോലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ ഇറങ്ങിയിരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. ഞങ്ങൾ അവിടെ നിന്ന് 1-2 ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങോട്ട് ഞങ്ങളുടെ പേരൻസിന് ഇറങ്ങാൻ മടിയായതുകൊണ്ട് അവർ മുകളിലിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ കണ്ടില്ലേ, ഞങ്ങളുടെ പേരൻസ് മുകളിലിരുന്ന് ഇതൊക്കെ കാണുമായിരുന്നു. ഇവിടെ എല്ലാം ഇതുപോലെ ബെഞ്ചുണ്ട്. നമുക്ക് ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് ഈ വ്യൂ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും. നമുക്ക് എത്ര നേരം വേണേലും ഇവിടെ ചിലവഴിച്ചാൽ അത് അറിയുകയില്ല. ഞങ്ങളും പിന്നെ അവിടുത്തെ സീസോയിലൊക്കെ കയറി.
കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി. ഒരു 3-4 മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും വ്യൂവേ ഉള്ളെങ്കിലും ഇവിടെ എത്ര നേരം ചിലവഴിച്ചാലും നമുക്ക് ബോറടിക്കില്ല. ട്രാഫിക് ഉള്ളത് കാരണം 23 കിലോമീറ്റർ ഉള്ളെങ്കിലും ഒരു 1.5 മണിക്കൂർ എടുക്കും ഇവിടേക്ക് എത്താൻ. ഇതാണ് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഒരു ബാംബു ആണ്, ഒരു ബാംബു വേസ്റ്റ് ബാസ്ക്കറ്റാണ് വെച്ചിരിക്കുന്നത്. സമയങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ. ഞങ്ങളപ്പം കാർ പാർക്കിങ്ങിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നടന്ന് തിരിച്ചു പോകാറായപ്പോഴേക്കും മൊത്തം മൂടി, വീണ്ടും ഫോഗായി, വ്യൂ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പോൾ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റിയത്. ഞങ്ങൾ മുന്നേയും 2 വട്ടം വന്നപ്പം ഇതുപോലെയായിരുന്നു. എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യണം. അത്ര മനോഹരമായ ഒരു പ്ലേസാണിത്. താങ്ക് യു.